നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ നിന്നുള്ള വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് ബഹ്റിനിൽ നിന്നും കോഴിക്കോടേക്ക് സർവീസ് നടത്തേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കി. കോഴിക്കോട് നിന്ന് ഇന്ന് ബഹ്റിനിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന IAX 474 വിമാന സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും എയർലൈൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. www.airindiaexpress.com മാനേജ് ഓപ്ഷൻ ഉപയോഗിച്ച് 7 ദിവസം വരെ ഇതേ റൂട്ടിൽ മറ്റൊരു ദിവസത്തെ യാത്ര സൗജന്യമായി തിരഞ്ഞെടുക്കാമെന്നും അല്ലെങ്കിൽ ടിക്കറ്റിന്റെ തുക പൂർണ്ണമായും തിരികെ ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലെ സർവീസുകൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുമെന്നും എയർലൈൻ അറിയിച്ചു. ജൂൺ 27-ന് ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടക്കുന്ന IYCC യൂത്ത് ഫെസ്റ്റ് പ്രചാരണ ഭാഗമായി വിവിധ ഏരിയകളിൽ യൂത്ത് അലേർട്ട് എന്ന പേരിൽ IYCC യൂത്ത് ഫെസ്റ്റ് പ്രോഗ്രാം കമ്മിറ്റി ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിക്കും. സംഘടനയുടെ 9 ഏരിയ കമ്മിറ്റികളിലെ 3 മേഖലകളാക്കി തിരിച്ചുകൊണ്ട് നടത്തുന്ന യൂത്ത് അലേർട്ട് വേദികളിൽ KPCC കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ തണൽ എന്ന ചെറുനാടകവും അരങ്ങേറും. IYCC പ്രവർത്തകർ അഭിനയിക്കുന്ന നാടകം 3 മേഖലാ വേദികളിലും ഒപ്പം ജൂൺ 27-നുള്ള യൂത്ത് ഫെസ്റ്റ് വേദിയിലും അവതരിപ്പിക്കും. ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഗുദൈബിയ, മുഹറക്, ഹിദ്, അറാദ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാത്രി 7:30-ന് ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറന്റിൽ യൂത്ത് അലേർട്ട് പരിപാടിക്ക് തുടക്കമാകും. പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായി IYCC ബഹ്റൈൻ പ്രസിഡന്റ് ഷിബൻ തോമസ്, സെക്രട്ടറി രഞ്ജിത്ത് മാഹി, യൂത്ത് ഫെസ്റ്റ് ജനറൽ കൺവീനർ ജിതിൻ പരിയാരം, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഫാസിൽ വട്ടോളി എന്നിവർ അറിയിച്ചു. ബഹ്റിനിലെ കടുത്ത ചൂടിൽ നിന്ന് തൊഴിലാളികൾക്ക് സഹായവും പരിപാലനവും നൽകുന്നതിനായി കഴിഞ്ഞ 10 വർഷമായി നടത്തുന്ന BMBF ഹെൽപ്പ് ആൻഡ് ഡ്രിങ്ക് പരിപാടിക്ക് തുടക്കമായി. യൂസഫ് യാക്കൂബ് ലോറി, ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് വിഭാഗം തലവൻ അഹമ്മദ് അക്കീൽ ഫക്കീഹി, വൈസ് പ്രസിഡന്റ് ലേബർ റിലേഷൻസ് ബഹ്റിൻ ഫ്രീ ലേബർ യൂണിയൻ ഫെഡറേഷൻ സാറ അൽ നൈമി, വൈസ് പ്രസിഡന്റ് ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ബഹ്റൈൻ ഫ്രീ ലേബർ യൂണിയൻ ഫെഡറേഷൻ, ലേബർ മന്ത്രാലയത്തിലെയും ഹെൽത്തിലെയും വിവിധ പ്രതിനിധികൾ, ആന്റണി പൌലോസ് കോർഡിനേറ്റർ ടുഗദർ വി കെയർ, സ്മിത മാത്യു പ്രസിഡന്റ് ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ബഹ്റിൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മെഡിക്കൽ ചെക്കപ്പ്, ആരോഗ്യ അവബോധ പരിപാടികൾ, ഭക്ഷണവും കുടിവെള്ള വിതരണം, ഊർജ്ജപാനീയങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. BMBFന്റെ യുവജന പ്രതിനിധികൾ, വിവിധ സംഘടനകളിലെ പ്രതിനിധികൾ, വളണ്ടിയർ ടീം എന്നിവർ പരിപാടി നിയന്ത്രിച്ചു. വിവിധ സ്ഥാപനങ്ങളുടെ സഹായവും എല്ലാ പ്രവർത്തകരുടെയും കൂട്ടായ ശ്രമവുമാണ് പരിപാടി വിജയകരമാക്കിയതെന്നും സംഘാടകർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. IYCC ബഹ്റിൻ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. IYCC ബഹ്റിൻ ദേശീയ പ്രസിഡന്റ് ഷിബൻ തോമസിന്റെ അധ്യക്ഷതയിൽ KMCC ബഹ്റിൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ IYCC ബഹ്റിൻ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി സ്വാഗതവും ദേശീയ അസിസ്റ്റന്റ് ട്രഷറർ മുഹമ്മദ് ജസീൽ നന്ദിയും രേഖപ്പെടുത്തി. നാടിന്റെ നന്മയ്ക്ക് UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്നും വിലയിരുത്തപ്പെട്ടു. IYCC ബഹ്റിൻ വൈസ് പ്രസിഡന്റുമാരായ അനസ് റഹീം, ഷംഷാദ് കാക്കൂർ, ജോയിന്റ് സെക്രട്ടറി രാജേഷ് പന്മന, ആർട്സ് വിംഗ് കൺവീനർ റിച്ചി കളത്തൂരത്ത്, മുൻ ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി എന്നിവർ സംസാരിച്ചു. ഉപതെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഡിജിറ്റൽ ഓഫ്ലൈൻ മാധ്യമങ്ങളിലൂടെ വിവിധ പ്രവർത്തനങ്ങളും നടത്തുന്നതായിരിക്കും. കാർത്തിക് രാജ് സിനി പ്രൊഡക്ഷൻസ് കോൺവെക്സ് കോർപ്പറേറ്റീവ് ഇവന്റുമായി സഹകരിച്ചൊരുക്കുന്ന വോയേജ് സിനിമ ജൂൺ 19-ന് റിലീസ് ചെയ്യും. വിശദമായ റിപ്പോർട്ട് കാണാം. കാർത്തിക് രാജ് സിനി പ്രൊഡക്ഷൻസ് കോൺവെക്സ് കോർപ്പറേറ്റ് ഇവന്റുമായി സഹകരിച്ച് ജൂൺ 19 വ്യാഴാഴ്ച എപ്പിക് സിനിക്കോ മുക്തായേറ്റു സിനിമാസിൽ വോയേജ് എന്ന മലയാള സിനിമ പുറത്തിറക്കുന്നു. സിബിൻഡ സംവിധാനം ചെയ്ത സ്ലീപ്പ് ഓവർ, വൈശാഖ് കുളങ്ങര സംവിധാനം ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റ്, പ്രശോഭ് മേനോൻ സംവിധാനം ചെയ്ത ബിരിയാണിയും സാമ്പാറും എന്നീ 3 സിനിമകളുടെ സംയോജനമായ ഒരു സിനിമയുടെ ആന്തോളജി ആവിഷ്കാരമാണ് വോയേജ് എന്ന സിനിമ. ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നതും അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നതും ബഹ്റിനിലെ ഇന്ത്യൻ സ്വദേശികളാണ്. പരാജയപ്പെട്ട
ഒരു പുരുഷന്റെയും ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സ്ത്രീയുടെയും 3 കോളേജ് പെൺകുട്ടികളുടെയും ജീവിതയാത്രയെക്കുറിച്ചാണ് ചിത്രം പറയുന്നത്. ഓഡിയോയിലും വീഡിയോയിലും ഒരേ നിലവാരം പുലർത്തുന്ന ഒരു അന്താരാഷ്ട്ര സിനിമയായിട്ടാണ് തങ്ങളിത് നിർമ്മിച്ചതെന്നും ആളുകൾക്ക് വളരെ മികച്ച തിയേറ്റർ അനുഭവം ലഭിക്കുമെന്നും കാർത്തിക് രാജ് പ്രൊഡക്ഷൻസിന്റെ സ്ഥാപകനും സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളുമായ കാർത്തിക് രാജ് പറഞ്ഞു. ഇതിലേക്ക് ഒരു പകുതിയല്ല, ഒരു 80% ആൾക്കാർ ഇതിൽ അഭിനയിച്ച കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ ബഹ്റിനിലുള്ള ഇന്ത്യൻസാണ്. കുറച്ച് ആൾക്കാർ നാട്ടിലുള്ള ആൾക്കാർ. ഇത് 19th നമ്മുടെ ഒരു പബ്ലിക് ഷോ ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട് 3 തിയേറ്ററിലാണ്. വൺ ഈസ് എപ്പിക്സ്, അനദർ വൺ ഈസ് സിനിക്കോ ആൻഡ് അനദർ വൺ ഈസ് മുക്ത. 3 തിയേറ്ററിലും ഒരു ഇൻ്റർനാഷണൽ മൂവി എങ്ങനെ റിലീസാകും ആ രീതിയിലേക്ക് നമ്മൾ റിലീസാകുന്നുണ്ട്. ഇതൊരു പബ്ലിക് സ്ക്രീനിങ് ആയിട്ട്. So 19th will be the first day, first show, and it will continue till as per the response from the Bahrain people. So ഇതൊരു മലയാളം മൂവി ആന്തോളജി എന്ന് പറയുമ്പോൾ ഇതിലേക്ക് ഒരു 3 മൂവീസ് നമ്മൾ മിങ്കിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് നമ്മൾ OAGE എന്ന് വെച്ചിട്ടുണ്ട്. OAGE എന്ന് പറയുമ്പോൾ ഇതൊരു ലൈഫ് ജേണിയാണ്. ഇതിലേക്ക് ഫസ്റ്റ് മൂവി ഇറ്റ് അബൌട്ട് വൺ അൺസക്സസ്ഫുൾ മാൻ, അവരുടെ ലൈഫ് ജേണി. ആ ലൈഫ് ജേണി വെച്ചിട്ട് നമ്മളൊരു ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് നമ്മുടെ ഡയറക്ടർ പ്രശോഭ് മേനോൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് മൂവി ഒരു വിഡോ വുമൺ, ആ വിഡോ വുമൺ എങ്ങനെ അവൾ ലൈഫിലേക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അത് അവളുടെ ലൈഫ് ജേണി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ബർത്ത് സർട്ടിഫിക്കറ്റിന്. അതിൻ്റെ ഡയറക്ടർ നമ്മുടെ വൈശാഖ് കുളങ്കര. സോ മൂന്നാമത് 3 കോളേജ് ഗേൾസ്. ആ കോളേജ് സമയത്ത് ആ ഗേൾസിക്ക് എന്താ പ്രശ്നമുണ്ട്, ആ പ്രശ്നമെല്ലാം അവർ ക്രോസ് ചെയ്ത് എങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ട് എങ്ങോട്ട് മാറുന്നുണ്ടാണ് ഒരു മൂവി. അതിൻ്റെ പേര് സ്ലീപ്പ് ഓവർ. അത് ചെയ്തത് ഡയറക്ടർ ഷിബിൻ ദാസ്. ബഹ്റിനിലെ 3 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടമാണെന്ന് പറഞ്ഞ സ്ലീപ്പ് ഓവറിന്റെ സംവിധായകൻ സിബിൻ ദാസ് സിനിമയ്ക്കൊരു സാമൂഹിക സന്ദേശം ഉണ്ട് എന്നും കൂട്ടിച്ചേർത്തു. സ്ത്രീകളിൽ അനുഭവിക്കുന്ന കുട്ടിക്കാലം മുതൽ ബസ്സുകളിലും പല സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന പീഡനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, അതിനുശേഷം അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അവർക്ക് അതിനുശേഷം നമ്മളാരും അവരെ പറ്റിയിട്ട് ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ന്യൂസിൻ്റെ പുറകെ ഉണ്ടാവും, പക്ഷെ അതിനുശേഷം എന്താണ് അവർക്ക് സംഭവിക്കുന്നതെന്നും നമ്മൾ ശ്രദ്ധിക്കാറൊന്നുമില്ല. ഭൂതകാലത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതം ചിത്രീകരിക്കുന്ന ഒരു വൈകാരിക റോളർ കോസ്റ്ററാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന സിനിമ പറയുന്നത് എന്ന് സംവിധായകൻ വൈശാഖ് കുളങ്ങര പറഞ്ഞു. ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന അത് 2 ഇമോഷനുകളാണ് അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു അമ്മയുടെ 2 ഇമോഷൻസുകൾ, അതായത് ബർത്ത് സർട്ടിഫിക്കറ്റ് ടു ഡെത്ത് സർട്ടിഫിക്കറ്റ്. അതാണ് അതിൻ്റെ ഒരു ലൈൻ. ബിരിയാണിയും സാമ്പാറും ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ കഴിയാത്ത ഒരു സാധാരണക്കാരുടെ ജീവിതത്തെയാണ് ചിത്രീകരിക്കുന്നതെന്ന് സംവിധായകൻ പ്രശോഭ് മേനോൻ പറഞ്ഞു. ബഹ്റിനിലെ ഒരു എക്സ്പാറ്റിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ബഹ്റിൻ എന്നതിൽ ചിത്രീകരിക്കുന്നതേ ഉള്ളൂ, ഒരു പ്രവാസിയുടെ ലൈഫിൽ നടക്കുന്ന കഥയാണ്. പക്ഷെ അതിലൊരു പ്രവാസിയുടെ ഒരുപാട് ദുഃഖങ്ങളും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അതൊരു എപ്പോഴും കാണുന്ന രീതിയിലുള്ള ഒരു വിഷമത്തോടെ അല്ല അത് കാണിക്കുന്നത്. സിനിമ റിലീസ് ചെയ്യാൻ സഹായിച്ച കാർത്തിക് പ്രൊഡക്ഷൻസിന് 3 സംവിധായകരും നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ യുവജന വിഭാഗമായ സെന്റ് തോമസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ സിംപോണിയ 25 എന്ന പേരിൽ നടത്തിയ 26ാമത് രക്തദാന ക്യാമ്പിന് യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് ഫാദർ ജേക്കബ് തോമസ്, വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് കുട്ടി PN, വൈസ് പ്രസിഡന്റ് റിനി മോൻസി, സെക്രട്ടറി ബോണി മുളപ്പാമ്പള്ളിൽ, ട്രഷറർ ജേക്കബ് ജോൺ, കോർഡിനേറ്റർ ജോ വർഗീസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കത്തീഡ്രൽ ട്രസ്റ്റി സജി ജോർജ്, കത്തീഡ്രൽ സെക്രട്ടറി ബിനു M ഈപ്പൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ക്യാമ്പിൽ 150-ൽ പരം അംഗങ്ങൾ പങ്കെടുത്തു. ബഹ്റൈനിലെ വനിതകളുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കൂട്ടായ്മയായ സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് പെരുന്നാൾ ആഘോഷവും 10-12 ക്ലാസുകളിൽ വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. റിപ്പോർട്ടിലേക്ക്. ബഹ്റൈനിലെ വനിതകളുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കൂട്ടായ്മയായ സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് പെരുന്നാൾ ആഘോഷവും 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. KCA ഹാളിൽ നടന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയായി കലാഭവൻ ജോഷി പങ്കെടുത്തു. നല്ല ഡോക്ടറോ അല്ലെങ്കിൽ നല്ല കമ്പ്യൂട്ടർ സയൻസോ ഒക്കെ പഠിച്ച് നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് അവർ മാറട്ടെ എന്ന് മാത്രം സർവേശ്വരൻ പ്രാർത്ഥിച്ചുകൊണ്ട് KCA ജോയിന്റ് സെക്രട്ടറി ജിംസ് റോയ്ച്ചൻ, സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് രക്ഷാധികാരി ഷക്കീല മുഹമ്മദ് അലി, പ്രസിഡന്റ് അലി
ഹലീമ ബീവി, സെക്രട്ടറി മായ അച്ചു, ജോയിന്റ് സെക്രട്ടറി ഷംല നസീർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. അംഗങ്ങളുടെ ഇടയിൽ നിരവധി സാമൂഹിക സേവനങ്ങൾ നടത്തിവരുന്ന സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് അംഗങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിനുള്ള 50 ദിനാർ വീതവും നൽകിവരുന്നു. ആദ്യ സഹായം ജമീല, രണ്ടാമത് ഉസൈബ, ജൂൺ മാസത്തിലെ സഹായം ലഭിച്ചിരിക്കുന്നത് ആബിദ എന്ന അംഗത്തിനാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. KMCC ബഹ്റൈൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി KMCC ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച നിലമ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കൾ ചൂണ്ടിക്കാട്ടി. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF-നെ ഭരണത്തിലെത്തിക്കേണ്ടത് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ആവശ്യമാണെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ അധ്യക്ഷനായ ചടങ്ങ് സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് അസ്ലം വടകര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. KMCC സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് കക്കണ്ടി, KMCC നേതാക്കളായ സഹീർ കാട്ടാമ്പള്ളി, കുട്ടൂസ മുണ്ടേരി, VH അബ്ദുള്ള, ഇമ്മാസ് ബാപ്പു, ഇർഷാദ് കണ്ണൂർ, OICC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റംഷാദ് ഐലക്കാട് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കൾ, വിവിധ മണ്ഡലം ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. KMCC ബഹ്റൈൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി അലി അക്ബർ സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി VK റിയാസ് നന്ദിയും രേഖപ്പെടുത്തി. വീണ്ടും ഒരു ഇടവേള. വാർത്തകളിലേക്ക്. ബഹ്റൈനിലെ അഹ്ലി യുണൈറ്റഡ് ബാങ്ക് ഇനി മുതൽ കുവൈറ്റ് ഫിനാൻസിംഗ് ഹൌസ് ബാങ്ക്. ഉടൻ തന്നെ ഈ ബാങ്കിന്റെ ലയനം പൂർത്തിയാക്കി അതിന്റെ പേര് കുവൈറ്റ് ഫിനാൻസ് ഹൌസ് BSC എന്നായി മാറും. ഇവരുടെ ശാഖകൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, മൊബൈൽ ആപ്പുകൾ എന്നിവയുൾപ്പെടെ എല്ലാ ചാനലുകളിലും ഈ മാറ്റം പ്രതിഫലിക്കും. ഇസ്ലാമിക് ബാങ്കിംഗ് തത്വങ്ങളുമായിട്ടായിരിക്കും ഈ ബാങ്ക് ഇനി മുതൽ പ്രവർത്തിക്കുക. നിലവിലുള്ള അക്കൗണ്ടുകൾ, ദൈനംദിന ബാങ്കിംഗ്, ലോഗിൻ ക്രെഡൻഷ്യലുകൾ, ബ്രാഞ്ച് സേവനങ്ങൾ എന്നിവയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. പുതിയ അപ്ഡേറ്റുകൾ യഥാസമയം എല്ലാ കസ്റ്റമേഴ്സിനെയും അറിയിക്കുന്നതായിരിക്കും. മുൻപ് ബഹ്റൈനിലുണ്ടായിരുന്ന KFH അൽസലാം ബാങ്കുമായി ലയിച്ചിരുന്നു. കേരള നേറ്റീവ് ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 4ാമത് പറമ്പാട്ട് ദേവസ്യ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള നാടൻ പന്തുകളി മത്സരത്തിന്റെ ഫൈനൽ സംഘടിപ്പിച്ചു. കൊല്ലാട് ബോയ്സ് ടീമും കമ്പമേട് ടീമും മാറ്റുരച്ച ഫൈനൽ മത്സരത്തിൽ കമ്പമേട് ടീം വിജയികളായി. റിപ്പോർട്ടിലേക്ക്. കേരള നേറ്റീവ് ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 4ാമത് പറമ്പാട്ട് ദേവസ്യ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള നാടൻ പന്തുകളി മത്സരത്തിന്റെ ഫൈനൽ സംഘടിപ്പിച്ചു. കൊല്ലാട് ബോയ്സ് ടീമും കമ്പമേട് ടീമും മാറ്റുരച്ച ഫൈനൽ മത്സരത്തിൽ കമ്പമേട് ടീം വിജയികളായി. മത്സരശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ KNBA രക്ഷാധികാരി മോബി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അക്കാദമിക് എക്സലൻസ് അവാർഡ് 2024-25 നൽകി ആദരിക്കുകയും ചെയ്തു. ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് തീർച്ചയായിട്ടും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അതിലുപരി പാരമ്പര്യമായി നാട്ടിൽ നിലനിന്നിരുന്ന ഒരു കായിക വിനോദത്തെ അതിൻ്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ പ്രോത്സാഹിപ്പിച്ച് പുതിയ തലമുറയ്ക്ക് അത് കൈമാറിക്കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
മോനിയൊടിക്കണ്ടത്തിൽ EV രാജീവൻ, ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ മേനോൻ, സയ്യിദ് ഹനീഫ്, AK അശോക്, വിനോദ് ഉത്തമൻ, വിനോദ് വർഗീസ് ഇരച്ചേരിൽ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ അതിഥികളായി പരിപാടിയിൽ പങ്കെടുത്തു. മത്സരത്തിൽ റണ്ണറപ്പായത് ടീം കൊല്ലാട് ബോയ്സ്. മികച്ച കൈവെട്ടുകാരൻ ബിബിൻ വർഗീസ്, മികച്ച പിടുത്തക്കാരൻ അനിൽ ശശാങ്കൻ, മികച്ച കാലടിക്കാരൻ രൂപേഷ് KN, മികച്ച പൊക്കിവെട്ടുകാരൻ അനിൽ PG, മികച്ച കളിക്കാരൻ അനിൽ PG, ഫൈനലിലെ മികച്ച കളിക്കാരൻ രൂപേഷ് KN, മെമ്മറബിൾ പെർഫോമർ അനന്തു ബാബു, ക്രിസ്റ്റി വർക്കി, അഖിൽ ജോൺസൺ, അനന്തു AR എന്നിവരെയും തെരഞ്ഞെടുത്തു. പരിപാടിയിൽ സംഘാടക സമിതി കോർഡിനേറ്റർ ക്രിസ്റ്റി വർക്കി ജോസഫ് നന്ദി രേഖപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിമാന കമ്പനികളുടെ പട്ടികയിൽ ഇടം നേടി ഗൾഫിലെ പ്രമുഖ വിമാന കമ്പനികൾ. എയർലൈൻ റേറ്റിംഗ്സ്.com വെളിപ്പെടുത്തിയ ഏറ്റവും പുതിയ റാങ്കിംഗ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിമാന കമ്പനി എയർ ന്യൂസിലാൻഡ് ആണ്. അതേസമയം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ചിലവ് കുറഞ്ഞ കാരിയർ HK എക്സ്പ്രസ് ആണ്. UAE-യിൽ നിന്ന് സർവീസ് നടത്തുന്ന മറ്റ് ഗൾഫ് വിമാന കമ്പനികളും പട്ടികയിൽ ഇടം നേടി. സുരക്ഷിതമായ എയർലൈനുകളുടെ പട്ടികയിൽ ഖത്തർ എയർവേസും എമിറേറ്റ്സും സംയുക്തമായി 3-ാം സ്ഥാനം കരസ്ഥമാക്കി. പട്ടികയിൽ 5-ാം സ്ഥാനത്താണ് ഇത്തിഹാദ് എയർവേസ്. അതേസമയം ഏറ്റവും സുരക്ഷിതമായ ചെലവ് കുറഞ്ഞ വിമാന കമ്പനികളുടെ പട്ടികയിൽ ഫ്ലൈ ദുബായും എയർ അറേബ്യയും ഇടം നേടിയിട്ടുണ്ട്. വീണ്ടും ഒരു ഇടവേള. This July and August, let your child shine with creativity, confidence and a whole lot of fun. iMac Cochin Kalabavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity and new friendships. സൈപ്രസ് സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലെ പുതിയ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് തനിക്ക് നൽകിയ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മെക്കാരിയോസ് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പുരസ്കാരം ഇന്ത്യയ്ക്കുള്ള ബഹുമതിയാണെന്നും മോദി അഭിപ്രായപ്പെട്ടു. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലെ സഹകരണത്തിന് പ്രധാനമന്ത്രി നന്ദിയും അറിയിച്ചു. യുദ്ധങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നാണ് ഇന്ത്യയുടെ നിലപാടെന്നും സൈപ്രസും അതേ ആശയം മുന്നോട്ട് വെക്കുന്നുവെന്നും മോദി ചൂണ്ടിക്കാട്ടി. അതിർത്തികളിലെ സാഹചര്യം നോക്കിയല്ല ഇന്ത്യ സൈപ്രസ് ബന്ധമെന്നും പ്രധാനമന്ത്രി വിവരിച്ചു. ഇസ്രായേൽ ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ ഇന്ത്യക്കാരോടും ഇന്ന് തന്നെ ടെഹ്റാൻ വിടാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഏതുതരം വിസ എന്നത് പരിഗണിക്കാതെ നിർദ്ദേശം പാലിക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. വിദേശികൾ ഇന്ത്യക്കാരെ അനുഗമിക്കരുതെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. ഇന്ത്യൻ വിദ്യാർത്ഥികളെ അതിർത്തി വഴി അർമേനിയയിലേക്ക് മാറ്റാനും തീരുമാനിച്ചു. ടെഹ്റാൻ തുടച്ചു നീക്കുമെന്ന ഇസ്രായേൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അടിയന്തര നിർദ്ദേശം നൽകിയത്. ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നതിനുള്ള ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ജാതി സെൻസസ് കൂടി ഉൾപ്പെടുത്തിയാകും സെൻസസ് നടത്തുക എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. രാജ്യത്തെ 16ാമത് സെൻസസ് ആണ് നടക്കുക. ലഡാക്കിലും ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മഞ്ഞുമൂടിക്കിടക്കുന്ന മേഖലകളിൽ 2026 ഒക്ടോബർ 1 സെൻസസ് നടപടികൾ ആരംഭിക്കുമെന്നും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ 2027 മാർച്ച് 1 ആരംഭിക്കുമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഏറ്റവും പുതിയ സെൻസസ് നടക്കുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നതിനിടെ മഴക്കെടുതിയിൽ 3 പേര് കൂടി മരിച്ചു. ആലപ്പുഴയിൽ കടലിൽ വീണ വിദ്യാർത്ഥിയും പാലക്കാട് മണ്ണാർക്കാട് വീട് തകർന്ന് വയോധികയും കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട 8 വയസ്സുകാരനുമാണ് മരിച്ചത്. കണ്ണൂർ കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട് തീർത്ഥാടകനെ കാണാതായി. ഇന്നലെ കനത്ത മഴയ്ക്കിടെ കടലിൽ കാണാതായ ആലപ്പുഴ സ്വദേശി ഡോണിന്റെ മൃതദേഹം ഇന്ന് രാവിലെ കരയ്ക്കടിയുകയായിരുന്നു. ഇന്ന് ഉച്ചയോടെ കാസർഗോഡ് പുത്തികെ കൊച്ചച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട സാദത്തിന്റെ മകൻ സുൽത്താനാണ് മരിച്ച 2ാമത്തെയാൾ. പാലക്കാട് മണ്ണാർക്കാട് മണലടിയിൽ സ്വദേശി പാത്തുമ്മ ബീവിയാണ് രാവിലെ 10:30 കനത്ത മഴയിൽ വീട് തകർന്നു വീണ് മരിച്ചത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.